ഓസ്ട്രേലിയക്കെതിരായ 4ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ തോൽവിയേറ്റ് വാങ്ങിക്കൊണ്ട് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും ടീം ഇന്ത്യ പുറത്തായിരിക്കുകയാണ്. 4ാം ടെസ്റ്റിന്റെ അവസാന ദിനം ഇന്ന് 340 റൺസ് വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ടീം ഇന്ത്യയുടെ പോരാട്ടം 155 റൺസിൽ അവസാനിക്കുകയായിരുന്നു. അങ്ങനെ 184 റൺസിന്റെ വിജയമാണ് ഇപ്പോൾ ഓസ്ട്രേലിയ സ്വന്തമാക്കിയിരിക്കുന്നത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നിന്ന് ടീം ഇന്ത്യ പുറത്താകുമ്പോൾ തീർച്ചയായിട്ടും ഉത്തരം കിട്ടേണ്ട ഒരുപിടി ചോദ്യങ്ങളും ഇതിനോടൊപ്പം തന്നെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ഇതുപോലുള്ള ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇന്ത്യക്ക് വേണ്ടി SSC ജയ്സ്വാളിന്റെ ഒറ്റയാൾ പോരാട്ടം മാത്രമാണ് ഇന്ന് കണ്ടത്. ടീം ഇന്ത്യയെ സംബന്ധിച്ച് അതിനിർണായകമായൊരു പോരാട്ടത്തിൽ ഒരിക്കൽ കൂടി മുൻനിരയും മധ്യനിരയും തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് വീണ്ടും കണ്ടത്. ജയ്സ്വാളിന്റെ പ്രകടനം മാറ്റി നിർത്തിയാൽ മധ്യനിരയിൽ ഋഷഭ് പന്ത് മാത്രമാണ് ടീം ഇന്ത്യക്ക് വേണ്ടി അല്പമെങ്കിലും പൊരുതിയത്. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും KL രാഹുലും അടങ്ങുന്ന ടോപ്പ് ഓർഡർ ഒരിക്കൽ കൂടി തകരുന്ന ഒരു കാഴ്ച തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് തീർത്തും നിരാശ നൽകുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. 33 റൺസ് എടുക്കുന്നതിനിടെ തന്നെ ഇന്ത്യയുടെ 3 മുൻനിര താരങ്ങൾ കൂടാരം കയറുകയായിരുന്നു. 9 റൺസുമായി രോഹിത് ശർമ്മയും 5 റൺസുമായി വിരാട് കോഹ്ലിയും റൺസൊന്നും എടുക്കാതെ KL രാഹുലുമാണ് മടങ്ങിയത്. ഒരിക്കൽ കൂടി മറ്റൊരു പ്രധാനപ്പെട്ട മത്സരത്തിൽ ടീം ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ തകർന്നടിഞ്ഞിരിക്കുകയാണ്. ശേഷം ഋഷഭ് പന്തും ജയ്സ്വാളും ചേർന്ന് ഇന്ത്യയുടെ വിക്കറ്റ് പോകാതെ 2ാം സെഷനിൽ പ്രതിരോധിക്കുകയായിരുന്നു. എന്നാൽ അവസാന സെഷനിൽ ഒരു അനാവശ്യ ഷോട്ട് കളിച്ച് ഋഷഭ് പന്ത് തന്റെ വിക്കറ്റ് കളഞ്ഞു. 30 റൺസായിരുന്നു പന്ത് നേടിയിരുന്നത്. തൊട്ടു പിന്നാലെ 2 റൺസ് മാത്രമെടുത്ത് ജഡേജയും 1 റൺസ് മാത്രമെടുത്ത് നിതീഷ് കുമാർ റെഡ്ഡിയും കളം വിട്ടതോടുകൂടി മത്സരം ഏറെക്കുറെ ഓസ്ട്രേലിയയ്ക്ക് അനുകൂലമായി മാറുകയായിരുന്നു. ഒരു ഭാഗത്ത് ജയ്സ്വാൾ അപ്പോഴും ഉണ്ടായിരുന്നു. 208 പന്തുകൾ നേരിട്ട ജയ്സ്വാളിന്റെ ഇന്നിംഗ്സിൽ 84 റൺസാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ജയ്സ്വാളിന്റെ വിക്കറ്റ് കൂടി പോയതോടുകൂടി കാര്യങ്ങൾ പരിങ്ങലിലായി മാറുകയായിരുന്നു. പിന്നാലെ 7 റൺസ് എടുത്ത ആകാശ് ദീപ് കൂടി മടങ്ങിയപ്പോൾ ടീം ഇന്ത്യ ഒരു തോൽവിയെ തന്നെ മുന്നിൽ കണ്ടിരുന്നു. അങ്ങനെ 12 ഓവർ ശേഷിക്കെ ഇന്ത്യയെ എറിഞ്ഞിട്ട് ഓസ്ട്രേലിയ വിജയം സ്വന്തമാക്കുകയായിരുന്നു. വിജയത്തോടുകൂടി പരമ്പര 2-1 മുന്നിലെത്തി എന്നത് മാത്രമല്ല, ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ബർത്തും ഏറെക്കുറെ ഉറപ്പാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ടീം ഇന്ത്യയുടെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ പ്രതീക്ഷകളും അവസാനിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ടെസ്റ്റ് മത്സരം ഒരുപിടി ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഈ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ പൊളിച്ചെഴുത്തിന് സമയമായോ എന്നത് തന്നെയാണ് ഇതിൽ ആദ്യം എത്തുന്നത്. സീനിയർ താരങ്ങൾ ഒരു മത്സരത്തിൽ പോലും ടീം ഇന്ത്യക്ക് വേണ്ടി തിളങ്ങുന്നില്ല. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും റൺസ് കണ്ടെത്തുന്നതിനും പിടിച്ചു നിൽക്കുന്നതിനും പരാജയപ്പെടുകയാണ്. രോഹിത് ശർമ്മയെ സംബന്ധിച്ച് കഴിഞ്ഞ 15 മത്സരങ്ങളായി അദ്ദേഹം ഫോം കണ്ടെത്താൻ വിഷമിക്കുകയാണ്. നിർണായക സമയത്ത് ഇന്ത്യക്ക് വേണ്ട ഒരു സംഭാവന നൽകാനായി പ്രധാന താരങ്ങൾക്ക് സാധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിൽ ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകുമെന്നതിൽ സംശയമില്ല. വീഡിയോ അവസാനിക്കുന്നു. കൂടുതൽ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.